കട സിവിൽ സ്റ്റേഷനിലാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതിഷേധം. പ്രവർത്തകരുമായി പോലീസ് സംസാരിക്കുന്നുണ്ട്. പ്രവർത്തകരെ പിരിച്ചുവിടാനുള്ള പരിശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. ചില പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടനത്തിന് പിന്നാലെയാണ് കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് എത്തിയത്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി 2 തവണ പ്രയോഗിച്ചു. ഇപ്പോൾ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഗോകുൽ, നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. പ്രവർത്തകർ പിരിഞ്ഞു പോവുകയാണോ? ആദ്യഘട്ടത്തിൽ കുറച്ച് നേതാക്കളെ, ജില്ലാ സംസ്ഥാന നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതേസമയം തന്നെ മറ്റ് കുറച്ച് നേതാക്കൾ പിന്നെയും ഈ പ്രദേശത്ത് തമ്പടിച്ചു നിന്നിരുന്നു. അവരിപ്പോൾ സ്വയം പിരിഞ്ഞു പോവുകയാണ്. അവരോട് പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അവർ പല ഭാഗങ്ങളിലേക്കായി പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ പോലീസ് ഇപ്പോഴും ഈ സിവിൽ സ്റ്റേഷന് മുന്നിൽ തമ്പടിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇനി വീണ്ടും പ്രവർത്തകരെത്തുമോ എന്നുള്ള സംശയത്തെ തുടർന്നൊക്കെ തന്നെ വീണ്ടും പോലീസ് ഇവിടെ തമ്പടിച്ചു നിൽക്കുന്നുണ്ട്. മറ്റ് ഒരു വിഭാഗം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മറ്റു കുറച്ച് പേർ ഇപ്പോൾ സ്വയം പിരിഞ്ഞ് അവർ മുദ്രാവാക്യവുമായി പോയിട്ടുണ്ട്. പക്ഷെ അവരിപ്പോഴും മറ്റൊരു ഭാഗത്തായി നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർ വീണ്ടും ഈ സിവിൽ സ്റ്റേഷന്റെ മുന്നിലേക്ക് വരുമോ, അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി പോലീസ് ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല. അവരിപ്പോഴും ഈ സിവിൽ സ്റ്റേഷന്റെ മുന്നിൽ തുടരുകയാണ്. ശരി, ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകിയത്.